കാലം സാമ്പത്തിക നഷ്ടം നേരിട്ട ഒരു ഹോട്ടൽ ഉടമ നദിയിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. പുലർച്ചെ 3 മണിയോടെ വിവരമറിഞ്ഞ ഈശ്വർ മാൽപേ ഉടനടി സ്ഥലത്തെത്തി. കൂരാക്കൂരിരുട്ടിൽ ആഴങ്ങളിൽ ഇറങ്ങി കല്ലിനടിയിൽ കുടുങ്ങിയ അദ്ദേഹത്തെ വലിച്ചിറക്കി കരക്കെത്തിച്ചു ജീവൻ രക്ഷപ്പെടുത്തിയ അവിടെ മുതലാണ് ഈശ്വരനെ കന്നഡ ദേശം തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. വാർത്തകളിലൊക്കെ അദ്ദേഹത്തിന്റെ പേരും ചിത്രവുമെല്ലാം വന്നു തുടങ്ങി. പിന്നീട് കാർവാർ അടക്കം വിവിധ മേഖലകളിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാരുടെ ദൈവദൂതനാണ് ഈശ്വർ മാൽപേ. ആരാണ് ഈശ്വർ മാൽപേ? അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈശ്വർ മാൽപേയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ജീവന്റെ തുടിപ്പ് കണ്ടെത്താൻ മാൽപേക്ക് വൈദഗ്ധ്യം ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 100 അടി താഴ്ചയിൽ വരെ അദ്ദേഹം ഡൈവ് ചെയ്ത് പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം തിരിച്ചറിഞ്ഞ് രക്ഷാപ്രവർത്തകർ ആദ്യം തന്നെ ഇദ്ദേഹത്തെ വിളിക്കുകയും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് ഓടി ഇദ്ദേഹം എത്തുകയും ചെയ്യുന്നത്. മാൽപേയുടെ രക്ഷാകരങ്ങളാൽ 20 പേരാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ 20 പേർക്കും ഇന്നും ദൈവതുല്യനാണ് മാൽപേ എന്നുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് SSLC പരീക്ഷയ്ക്ക് പരാജയപ്പെട്ട ഒരു പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ചപ്പോൾ അവളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ് ഈശ്വർ മാൽപേ. പിന്നീട് ദേശീയ മാധ്യമങ്ങൾക്കടക്കം അഭിമുഖങ്ങളെല്ലാം നൽകുമ്പോൾ ഈ സംഭവം തന്റെ ജീവിതത്തിലെ രക്ഷാപ്രവർത്തനത്തിലെ ഒരു ഏടായി അദ്ദേഹം ഓർത്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. മാൽപേ കണ്ടെത്തിയത് 200 പേരുടെ മൃതദേഹങ്ങളാണ്. വിവിധ സ്ഥലങ്ങളിൽ, ഉത്തര കന്നഡ മേഖലകളിൽ, കർണാടകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെയും മാൽപേ ഈ 200 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പലപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുള്ളപ്പോൾ പോലീസ് ആദ്യം വിളിക്കുന്ന പേര് ഈശ്വർ മാൽപേ എന്നുള്ളതാണ്. ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ പുഴയുടെ അടിത്തട്ടിൽ 3 മിനിറ്റ് വരെ ഇദ്ദേഹത്തിന് കിടക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് ആർക്കും അങ്ങനെ സാധിക്കുന്ന ഒന്നല്ല. ആ 3 മിനിറ്റ് ജീവൻ നിലനിർത്താനായി സാധാരണയായി ഡൈവേഴ്സ് ഉപയോഗിക്കുന്ന ഓക്സിജൻ പോലും ഉപയോഗിക്കാതെയാണ് ഈശ്വർ മാൽപേ അപകടകരമായ പുഴകളുടെ അടിത്തട്ടിൽ കിടക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മത്സ്യബന്ധന തൊഴിലാളികൾക്ക്, ബോട്ടുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നതാണ് ഈശ്വർ മാൽപേയുടെ ജോലി എന്നുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഏക വരുമാനവും അതുതന്നെയാണ്. വിവിധ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനായി ഇദ്ദേഹം ഓടിയെത്തുമ്പോഴും ഒന്നും തന്നെയും അദ്ദേഹം പ്രതിഫലം മോഹിച്ചിട്ടില്ല. വീട്ടിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിലും പണത്തിന് വേണ്ടിയല്ല ഈശ്വർ മാൽപേ രക്ഷാദൗത്യം ചെയ്യുന്നത് എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തന്നെ അദ്ദേഹം രക്ഷാപ്രവർത്തനം നടത്തുന്നത് കൊണ്ട് തന്നെ ഉടുപ്പിയുടെ ജലമനുഷ്യൻ എന്ന വിളിപ്പേരും അദ്ദേഹത്തിനുണ്ട്. അതായത് കാൽവാർ മേഖലയിലും ഉത്തര കന്നഡയുടെ വിവിധ മേഖലകളിലുമൊക്കെ വെള്ളങ്ങളിൽ, അതായത് പുഴകൾ കേന്ദ്രീകരിച്ച് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം സ്വന്തം ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ട് ഇറങ്ങിച്ചെല്ലുന്ന മാൽപേക്കിട്ട പേരാണ് ജലമനുഷ്യൻ എന്നുള്ളത്. തന്റെ കുടുംബത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ശാരീരിക വെല്ലുവിളികളിൽ നേരിടുന്ന ഒരു മകൾ കൂടിയുണ്ട് ഈശ്വറിന്. നടക്കാൻ ശാരീരിക പരിമിതിയുള്ള തന്റെ 4 വയസ്സുകാരി മകൾ ഒന്ന് നടന്നു കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മകളിലൂടെ തന്റെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്ക് അറുതി വരുമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ.